നമസ്കാരം. പതിരും കതിരും. ഡൽഹിയിലെ പാറ്റകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സമരം ഇപ്പോൾ ഡിവൈഎഫ്ഐ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിലാണ് ഡിവൈഎഫ്ഐയുടെ വനിതാ സംഘം കേരളമാകെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അമ്മമാർ തങ്ങളുടെ രുചിക്കൂട്ടിൻ്റെ രഹസ്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അത്യന്തം ഹീനമായ ഒരു പ്രയോഗം മുഖ്യമന്ത്രി നടത്തിയിരുന്നല്ലോ. ഇതിനെതിരെ കേരളത്തിൽ പ്രതിഷേധം കത്തിപ്പടരുകയാണ്. കൊല്ലത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡോക്ടർ ചിന്ത ജെറോമാണ് ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം മറ്റൊരു സ്ത്രീവിരുദ്ധനായ RSS നേതാവ് ടി.ജി. മോഹൻദാസിൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സമരം നടത്തിയത്. എന്തായാലും 10-20 യുവതികളെ സംഘടിപ്പിക്കാനുള്ള കഴിവൊക്കെ ചിന്ത ജെറോമിനുണ്ട്. നേതാവ് വിളിക്കുമ്പോൾ ഇറങ്ങിച്ചെല്ലുക എന്നതിനപ്പുറം എന്താണ് വി.ഡി. സതീശൻ പറഞ്ഞതെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം ഈ യുവതികൾക്കില്ല. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അമ്മമാർ ചോദിക്കാതിരിക്കില്ല, മോളെ എന്തിനു പോകുന്നു എന്ന്. അങ്ങനെ പെൺമക്കളെ ചോദ്യം ചെയ്യുന്ന അമ്മമാർ തന്നെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം അപശകുനമാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്നും വരുന്നു എന്നത് സത്യമാണ്, പക്ഷേ അവർ നിങ്ങളുടേതല്ല എന്ന് പണ്ട് ദാർശനികനായ MN വിജയൻ മാഷ് എഴുതിയത് ഓർത്തു പോകുന്നു. അവർ പാർട്ടിയുടേതാണ്. അവർ ഡിവൈഎഫ്ഐയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മാതാപിതാക്കൾ പാർട്ടിയാണ്. എന്നാലും സമരത്തിനിറങ്ങി വന്ന ചിന്ത ജെറോമിനോട് മാതാവ് ചോദിച്ചു കാണുമോ എന്തോ, എന്താ മോളെ ഇന്നത്തെ സമര പരിപാടി? അപ്പോൾ ഒരുപക്ഷെ ചിന്ത പറഞ്ഞിട്ടുണ്ടാകും, വി.ഡി. സതീശൻ പറയുകയാണ് അമ്മേ, അമ്മമാർ മക്കൾക്ക് പാരമ്പര്യ വിധിപ്രകാരമുള്ള രുചിക്കൂട്ടുകൾ പകർന്നു നൽകണമെന്ന്. ഇതെങ്ങനെ സഹിക്കും അമ്മേ? അപ്പോഴാ അമ്മ എന്തായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? മോളെ, നമ്മുടെ കൊല്ലത്തിൻ്റെ തനതായ പാരമ്പര്യ വിഭവങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നായ തേങ്ങ അരച്ചു വെക്കുന്ന നാടൻ മീൻകറിയെപ്പറ്റി മോൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ചെമ്പള്ളിയോ അയലയോ ആണ് മകളെ അതിന് പറ്റിയത്. അരക്കപ്പ് ചിരകിയ തേങ്ങയും 5-6 അരിഞ്ഞ ചുവന്നുള്ളിയും നീളത്തിൽ കീറിയ പച്ചമുളക്, ഓരോ ചെറിയ കഷണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇടത്തരം നീളത്തിലരിഞ്ഞ ഒരു തക്കാളിയും കൂടി ഉണ്ടെങ്കിൽ എന്ത് രുചികരമായി ആ ഭക്ഷണം ഉണ്ടാക്കാമെന്നറിയാമോ മകളെ? പിന്നെ കുടംപുളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കറിവേപ്പില തുടങ്ങിയ ചേരുവകൾ വേറെയും എടുക്കണം. അപ്പോഴേക്കും ഇരു ചെവികളും പൊത്തി അലറിക്കരഞ്ഞുകൊണ്ട് ചിന്തമോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകണം, അരുതമ്മേ അരുത്, പാരമ്പര്യ രുചികളിൽ എന്നെ തളച്ചിടാതിരിക്കൂ, എന്നെ സ്വതന്ത്രയാക്കൂ. പാരമ്പര്യത്തിൻ്റെ ചങ്ങല പൊട്ടിക്കാൻ കൊതിക്കുകയാണമ്മേ ഞങ്ങൾ പെൺകുട്ടികൾ. സതീശൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണ് എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ആ അമ്മ അകത്തേക്ക് പോയിട്ടുണ്ടാകും തീർച്ച. ഏതായാലും ടി.ജി. മോഹൻദാസ് നടത്തിയ പരാമർശവും വി.ഡി. സതീശൻ നടത്തിയ പരാമർശവും ഒന്നിച്ചെടുത്ത് ഒരൊറ്റ പ്രതിഷേധ ചരടിൽ കുരുക്കുന്നത് നന്നായി. വേറെ വേറെ സമരങ്ങളായി നടത്തുകയായിരുന്നെങ്കിൽ ഇതൊന്നും താങ്ങാനുള്ള കരുത്തിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കില്ല. അല്ല, 1 മാസം മുമ്പ് ഡോക്ടർ ചിന്ത ഗംഭീരമായൊരു മുദ്രാവാക്യം വിളിച്ച് കൊല്ലത്തെ നഗരവീഥികളിലൂടെ ജാഥ നയിച്ചു പോയിരുന്നല്ലോ. ആഹാ, എത്ര മനോഹരമായ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള സർഗാത്മകമായ മുദ്രാവാക്യമായിരുന്നു അത്. ആ മുദ്രാവാക്യം കേട്ടപ്പോൾ സ്ത്രീകൾക്കുണ്ടായ ആർജിത ശക്തി നിസാരമൊന്നുമല്ല. അച്ഛനില്ലാത്ത നേരത്തെ കഥകളൊക്കെ ഏറ്റുവിളിച്ച് ചിന്ത അണികൾക്ക് മുമ്പിൽ നടന്നു പോകുന്നത് കാണാൻ എന്തൊരഴകായിരുന്നു. ഒടിഞ്ഞു വീഴാതെ നമ്മൾ വാഴയ്ക്ക് കൊത കൊടുക്കാറുണ്ട്. കൊത അവിടെ നിൽക്കും, വാഴ നടന്നു പോകും. ഇങ്ങനൊരവസ്ഥ വന്നാൽ എങ്ങനെയിരിക്കും? ഇതാണ് ചിന്ത നടന്നു വന്നപ്പോൾ നമുക്ക് തോന്നിയത്. ഇനി എത്രയൊക്കെ വളർന്ന് ചിന്താ ജെറോം വിപ്ലവത്തിൻ്റെ വിഹായസിലെത്തിയാലും ആ വാഴക്കുല ഡോക്ടറേറ്റും അച്ഛനില്ലാ നേരത്തെന്ന മുദ്രാവാക്യവും ചിന്താ ജെറോമിനെ വിട്ടൊഴിയില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചിന്തയ്ക്കൊന്നും ഇരിക്കാൻ പഴയതിനേക്കാൾ നേരമില്ലാതായി. പിണറായിയുടെ 3ാം വരവ് ചീറ്റിപ്പോയപ്പോൾ അർജന്റീന കപ്പടിക്കുമെന്ന് കരുതി, അതും പോയി കിട്ടി. ഇങ്ങനെ പാരമ്പര്യത്തെയും പഴയതിനെയും ഒക്കെ തള്ളിപ്പറയാൻ വെമ്പുന്ന ചിന്ത ചങ്ങമ്പുഴയുടെ വാഴക്കൊലയിൽ തൂങ്ങാൻ പോയത് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അങ്ങനെ ചുളിവിലൊപ്പിച്ചെടുത്തൊരു ഡോക്ടറേറ്റും പേരിന് മുമ്പിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ചിന്താ ജെറോം ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് ഓർക്കണം. ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ചിന്താ ജെറോം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് ഓരോ ദിവസവും 2 എണ്ണം വീതം തട്ടിയെടുത്ത് അടുക്കള എന്ന പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നാണ്. സ്ത്രീകളെ വീട്ടുജോലിയിൽ നിന്നും മുക്തരാക്കുകയോ അല്ലെങ്കിൽ പുരുഷന് കൂടി തുല്യം പങ്കാളിത്തം നൽകുകയോ ചെയ്യണമെന്നാണല്ലോ അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ചിന്താ ജെറോമേ ഡോക്ടർ R. ബിന്ദു പറഞ്ഞത് ഞാൻ വീടും തലയിൽ വെച്ചാണ് നടക്കുന്നതെന്ന്? അത് ജോലിഭാരത്തെ സൂചിപ്പിക്കുന്ന വാക്കായിരുന്നല്ലോ.
അപ്പോൾ വിജയരാഘവന് എന്താ പണി ചിന്തേ? ബേബി സഖാവ് അടുക്കളയിൽ കയറി പാത്രം കഴുകുന്ന പോലെയൊന്നും ഈ വിജയരാഘവൻ ചെയ്യാറില്ലേ? UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സമരമൊഴിഞ്ഞ ദിനങ്ങളുണ്ടാകില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷേ ഇത് ഇത്രമാത്രം രൂക്ഷമാകുമെന്ന് ആരറിഞ്ഞു? സതീശൻ ചെവി ചൊറിഞ്ഞാലും മൂക്ക് ചീറ്റിയാലും എല്ലാം സമരങ്ങളാണ്. UDF സർക്കാർ വന്ന് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ഈ നാട്ടിലെ സ്ത്രീകളെ 16 വർഷം പിന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നവരാണ് ഇവർ. അപ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? പൊതുവേദിയിൽ വലിയ നവോത്ഥാന പ്രസംഗമൊക്കെ നടത്തിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് എടുത്ത് തട്ടുന്ന അവസ്ഥ പല വീടുകളിലും ഉണ്ട്. അത് പക്ഷേ പുറത്താരും പറയുന്നില്ല എന്ന് മാത്രം. എന്നാൽ വളരെ മുമ്പേ തന്നെ സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ച് അതിന് പറ്റിയൊരു ഭർത്താവിനെയും കിട്ടിക്കഴിഞ്ഞാൽ പെൻഷൻ്റെയും ശമ്പളത്തിൻ്റെയും ശക്തിയിൽ ജീവിക്കുന്നവർക്ക് ഈ നവോത്ഥാനം വളരെ എളുപ്പവുമാണ്. വമ്പൻ തോൽവിക്ക് പിന്നാലെ ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ നന്നാകും എന്നൊക്കെ കേന്ദ്ര കമ്മിറ്റി പറയുന്നുണ്ടെങ്കിലും കേരളത്തിലൊന്നും മാറുന്ന ലക്ഷണമല്ല. കപട വിപ്ലവത്തിൻ്റെ വടുക്കൾ പൊട്ടിയൊലിച്ച് അനുദിനം ദുർഗന്ധം പരത്തുകയാണിവിടെ.